നമസ്കാരം, ഞാൻ ഷബാന നൂർദീൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ കൂടൊപ്പം എന്നുള്ളത് അഡ്വക്കേറ്റ് ഗൂഗിൾ പുഷ്പത്തളം. നമ്മൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികൾ വീട്ടിലുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികൾക്ക് സ്കൂൾ കാലം കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സായി സന്തോഷമായിട്ട് വീണ്ടും അടുത്ത അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എത്രത്തോളം സന്തോഷമുള്ള ഒരു വെക്കേഷൻ സമയം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്? പൊതുവെ ഇപ്പം സാർ ഒരുപാട് ഡിവോഴ്സ് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഗാർഡിയൻഷിപ്പും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ താങ്കൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് അവരുടെ ഒരു വെക്കേഷൻ കാലം എങ്ങനെയാണ്, അവർക്ക് മാനസികപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാർ പ്ലീസ്. ഈ വെക്കേഷൻ ടൈമിൽ കൂടുതലും ഫ്രീ ആയി സ്കൂളിൽ പോകുന്നില്ല, റെഗുലർ ഒരു റുട്ടീൻ അല്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതിൽ നിന്നൊരു റുട്ടീനിൽ നിന്നൊരു ചേഞ്ച് വരികയാണ്. അപ്പം കഴിയുന്നതും ഞാൻ മനസ്സിലാക്കുന്നത് കഴിയുന്നതും കൂടുതൽ എൻഗേജ്ഡ് ആക്കിയിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞില്ലേ മാനസികമായൊരു പിരിമുറുക്കം കാണും. വീട്ടിൽ ബുദ്ധിമുട്ടുള്ള പേരൻസ് തമ്മിലുള്ള ബുദ്ധിമുട്ടുള്ള വീടുകളിൽ ആ പിരിമുറുക്കം കാണും. പിന്നെ അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള പേരൻസ് കാണും. അഗ്രഷൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, വീട്ടിൽ കയറി സൗണ്ട് ഉണ്ടാക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം അത് അങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുപാടുള്ള കുടുംബമാണെങ്കിൽ കഴിയുന്നതും കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുക, അവർക്ക് വേറെ ആക്ടിവിറ്റീസ് കൊടുക്കുക, വേറെ സോഷ്യൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് നമ്മൾ അത് തന്നെയാണ് പേരൻസിനോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ വെക്കേഷൻ സമയമാണ് പേരൻസും കുട്ടികളുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം. അപ്പം കുട്ടികളായിട്ട് യാത്ര പോവുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പലതായിട്ടുള്ള ഇപ്പോൾ മൗണ്ടൻസ് അല്ലെങ്കിൽ ബീച്ച്, അങ്ങനെ പല പല എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അവരെ കാണിക്കുക. അതുപോലെ ഫാമിലീസിനെ, നമ്മുടെ കൂടെയുള്ള ഫാമിലീസിനെയൊക്കെ പോയി മീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്കതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ഇങ്ങനെയൊന്നും കിട്ടാതെ വരുമ്പോൾ അവരുടെ ഒരു വളർച്ചയെ അത് നന്നായി തന്നെ ബാധിക്കാറില്ലേ? ബാധിക്കാറുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥയിലായിരിക്കില്ല പല ഭാര്യ ഭർത്താക്കന്മാരും. അപ്പം അഥവാ അവരൊരു യാത്രയ്ക്ക് മുന്നിട്ട് ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ പാതി വഴി വരുമ്പം അവരിലുള്ള പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുകയും ആ പാതി വഴിയിൽ ആ യാത്ര തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ അതും നമ്മൾ ഓർക്കണം. മറ്റേ അടുത്തൊരു വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകും, അല്ലെ ദൂരെ യാത്രകളിലൊക്കെ പോയി. അപ്പം നമ്മൾ അതും യാത്രകൾ വേണം, പക്ഷേ എന്നാൽ പോലും അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടികളാണ് ഇത് ഈ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര പോയിട്ട് വരിക എന്നുള്ളതൊക്കെ നല്ലതാണ്. പിന്നെ കഴിയുന്നതും വേറെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു കുറച്ചും കൂടെ കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പം കൂടുതലും മൈക്രോ ഫാമിലീസ് ഉണ്ട്, ഒരു കുട്ടിയൊക്കെ കാണത്തുള്ളൂ, 1-2 കുട്ടികൾ കാണും. അപ്പോൾ കൂടുതൽ ഒരു ക്രൗഡുമായിട്ട് ഒരുമിച്ച് കുറേ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പം അതിൻ്റെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻട്രാക്ഷനും ഒരു സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ വീട്ടിൽ നിന്ന് ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് കാണുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വെക്കേഷൻ സമയമാകുമ്പോൾ അവർ കൂടുതലും വീടുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഈ ഒരു അവധിക്കാലത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നടക്കുക, അല്ലെങ്കിൽ അവരത് കാണുക, അവരതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരിക, അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ അമ്മയുടെ ഭാഗത്ത് നിൽക്കണോ എന്നറിയാത്ത രീതിയിൽ അവർ പ്രയാസപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെക്കേഷൻ, എല്ലാവർക്കും വെക്കേഷൻ നല്ലതായിരിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവില്ലേ ഈ ഒരു സമയത്ത്? ഈ ഒരു നേരത്തെ പറഞ്ഞുള്ള ഗാർഡിയൻഷിപ്പിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ താൽക്കാലികമായിട്ട് വെക്കേഷന് ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയതോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോയതോ ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ശരിക്കും അവർക്ക് ഏറ്റവും ക്രൈസിസ് ഉള്ള ഒരു ടൈം തന്നെ ആയിരിക്കില്ല ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ വീട്ടിൽ ഇപ്പം പേരൻസ്, ഫാദർ ആൽക്കഹോളിക്കോ സബ്സ്റ്റൻസ് അബ്യൂസോ അല്ലെങ്കിൽ മദർ ചിലപ്പം മാനസികമായിട്ട് ഇമോഷണലി വീക്കായിരിക്കും. അപ്പം റിയാക്ഷൻസ് വളരെ വയലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, ലൗഡ് വോയിസ് ആയിരിക്കും. അപ്പം കുട്ടികളുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ അവരൊന്ന് സംസാരിക്കും. അപ്പം അതൊക്കെ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷന് അത് ഒരു ഘടകമായിട്ട് വരും. ആ കുട്ടികൾ ആ ക്യാരക്ടറായിരിക്കും അവർ സ്കൂളിൽ അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ അങ്ങനെ ചെയ്തല്ലോ,
അമ്മ എങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ കുട്ടികൾ പറയും. എൻ്റെ അമ്മ അങ്ങനെ ആണല്ലോ, എൻ്റെ അച്ഛൻ അങ്ങനെ ആണല്ലോ, ഇതൊക്കെ അവർ ചെയ്യുന്ന ബിഹേവിയറിനെ അവർ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും. ഞാൻ ഇതാണല്ലോ വീട്ടിൽ കാണുന്നത്. അപ്പം കഴിയുന്നത് നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കോർട്ട്ലി ഗാർഡിയൻഷിപ്പിൻ്റെത് വരുമ്പോൾ ഈ അബ്യൂസീവ് പാരന്റിങ് എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ അബ്യൂസീവ് പേരൻറ്റിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റഡി കൊടുക്കത്തില്ല. അതിന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഇപ്പം ചില കേസുകളിൽ ഇപ്പം ഭർത്താവും ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിനോടുള്ള ദേഷ്യം കുട്ടികളിൽ തീർക്കുന്നവരുണ്ട്, തിരിച്ചുമുണ്ട്. വൈഫിനോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കുന്നവരുണ്ട്. ഇപ്പം ഹസ്ബൻഡിനോട് രണ്ട് പറയാൻ പറ്റാത്ത കുട്ടികളുടെ അടുത്ത് പറയുക, അവരെ അടിക്കുക. ഈ ഫാദറും ചിലപ്പോൾ ഇത് തന്നെ ചെയ്യും. വൈഫിന് കൊടുക്കാൻ പറ്റാത്ത രണ്ടടി പിള്ളേർക്ക് കൊടുക്കുക, അവരെ ആ രീതി ടോർച്ചർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒന്ന് പെട്ടുപോകുന്നത് ഈ കുട്ടികളാണ്. അത് ആ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ അത് മാറ്റാൻ പറ്റും. അത് പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ഈ കുട്ടിയുടെ പേരൻസ്, അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ഇരുത്തി ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസും എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോപ്പർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അത് ആ കുട്ടിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. കാരണം ഇപ്പോഴാണെങ്കിൽ കുട്ടികളാണ്, നമുക്ക് മടി വെച്ചോ ഇങ്ങനെ മുറുക്കെ പിടിച്ചോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ സൈസ് വെക്കും, അല്ലെങ്കിൽ കുട്ടികളിൽ നമ്മുടെ കൺട്രോളിൽ കിട്ടാത്തൊരവസ്ഥ വരും. ഇപ്പം നമ്മൾ വീട്ടിൽ വരുന്ന ഫുഡ് കൊടുക്കുന്ന, നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യത്തില്ല, നമ്മൾ ഒരു അടി കൊടുത്ത തീരും. പക്ഷെ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇത് ഗ്രാസ് റൂട്ട് നേരത്തെ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് വളരെ ബുദ്ധിമുട്ടാകും. ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഈ പേരൻസ് തന്നെ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ സൊസൈറ്റിയിലും ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ ഈ ഇടയ്ക്കൊരു ന്യൂസ് കണ്ടില്ലേ, ഒരു കുട്ടി അമ്മയും സഹോദരനെയൊക്കെ തലക്കടിച്ചു. അത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഫാമിലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ അകത്തൊക്കെ കാണും, നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതാണ് ഈ ക്രൈമിലോട്ട് നയിക്കുന്നത്. പല ബ്രോക്കൺ ഫാമിലീസാണ് ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സിനെ നമ്മുടെ നാട്ടിൽ വരാൻ കാരണം. ഫാമിലി ബ്രോക്കൺ അല്ലെങ്കിൽ ഒരു 80% ചാൻസേ ഉള്ളൂ ഒരു കുട്ടി അങ്ങനെ ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആവാൻ ചാൻസ്. പക്ഷേ ബ്രോക്കൺ ഫാമിലി ആണെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂട്ട് കൂടുതൽ ചാൻസാണ് അവർ ആൻറ്റി സോഷ്യൽ അങ്ങനത്തെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ്. അപ്പോൾ ശ്രദ്ധിക്കണം, അത് പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കൂടുതൽ നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് നോക്കുന്നത് പോലെ ഒരു ഇമോഷണൽ ഹെൽത്ത് ഉണ്ടോ, കുട്ടി ഓക്കെ ആണോ എന്നുള്ളത് എവിടെയും നോട്ട് ചെയ്യപ്പെടാതെ പോകാറുണ്ട്. ഇപ്പോൾ എങ്ങും അതിനൊരു സ്കൂൾ ലെവലിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ലെവലിലാണെങ്കിലും കുട്ടികൾ ഇമോഷണലി ഓക്കെ ആണോ, അവരുടെ EQ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് എങ്ങും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിനൊരു ചെറിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ CWC എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അറിയാലോ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എല്ലാ ജില്ലയിലും ഉണ്ട്. അത് സ്കൂളുകളിൽ കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ CWC റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ CWC വളരെ എഫക്റ്റീവായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു കുട്ടി ഒരു എഡ്യൂക്കേഷനിൽ കുറച്ച് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ടീച്ചേഴ്സിന് ഫീൽ ചെയ്യും. ടീച്ചേഴ്സ് ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ ഇത് സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സാണ് കൂടുതൽ സമയം കുട്ടികളെ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പേരൻസിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇവരുടെ ഓരോ ചേഞ്ചസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ആദ്യം ടീച്ചർ ഡയറക്റ്റ് സംസാരിക്കും. അതിനുശേഷം CWCയുടെ ഹെൽപ്പ് തേടിക്കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ഇതിനൊരു സിസ്റ്റം ഉണ്ട് CWCയിൽ. അത് എത്രത്തോളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുട്ടികൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. കുട്ടികൾക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. അതുപോലെ നമുക്കിപ്പം നമ്മുടെ നെയ്ബറിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഈ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ CWC, ഞാൻ ഈ ഇടയ്ക്ക് തന്നെ എനിക്കറിയാവുന്ന ഒരു കേസിൽ CWC വളരെ എഫക്റ്റീവായിട്ട്, പത്തനംതിട്ട CWC ആണ്, വളരെ എഫക്റ്റീവായിട്ട് അവർ അത് കൈകാര്യം ചെയ്തു. കുട്ടിയെ അവരുടെ കസ്റ്റഡി കൊണ്ടുവന്നു. ഒരു 1 വീക്ക് അവിടെ താമസിപ്പിച്ചു, കൗൺസിലിംഗ് ചെയ്തു, മെഡിക്കൽ എടുത്തു, കാര്യങ്ങൾ ചെയ്തു. അത് ബ്രോക്കൺ ഫാമിലി ആയിരുന്നു, അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആണ്. അപ്പം അമ്മയെ വിളിച്ചു, അമ്മയെടുത്ത് സംസാരിച്ചു, അച്ഛനെ വിളിച്ചു സംസാരിച്ചു, മെയിൻ്റനൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു, ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. CWC വളരെ നല്ലതായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു
അറിവും വിശ്വാസവും. അപ്പം ഈ കുട്ടികളിലാണെങ്കിലും ആരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ഈ CWC എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ ചിലർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പം സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട സ്റ്റിഗ്മയുണ്ടോ, സ്റ്റേഷനിൽ കയറി മോശമല്ല. പക്ഷേ CWC അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അവിടെ നമുക്ക് ഡയറക്റ്റ് പരാതി പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയും പ്രൊട്ടക്ഷനും ഈ CWCക്ക് പോലീസിനെ തന്നെ അതോറിറ്റി പവറുണ്ട്. ഓരോ ആക്ഷൻ എടുക്കാം, ഇപ്പം വിളിക്കാനും സമൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ CWCക്ക് അതോറിറ്റി ഉണ്ട്. അപ്പം അതുപോലുള്ള പ്ലാറ്റ്ഫോം നമ്മൾ കഴിയുന്നത് ഉപയോഗിക്കണം. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടിയെ പലതായിട്ട് മർദ്ദിക്കുന്നു, നമ്മൾ ആ ജനലടച്ചിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാര്യം 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ന്യൂസിൽ കാണുന്നത് ആ കുട്ടി അമ്മയും കൂടെ ആറ്റിച്ചാടി ആത്മഹത്യ ചെയ്യുന്നൊക്കെ. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നൊരു സോഷ്യൽ ഒരു സെറ്റപ്പിലായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുക, അതിനെതിരെ പ്രതികരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ഇങ്ങനെ ഈ ഡിവോഴ്സ് കേസുകൾ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ടോ? സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഉള്ള കേസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം സൈക്കോളജിക്കൽ ഇഷ്യൂ, സൂയിസൈഡ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഈ ലീഗൽ പ്രോസസ്സ് വളരെ ലെങ്തി ആണല്ലോ. വളരെ ലെങ്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പം ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് കോടതി വരാനുള്ള ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കുട്ടികളുടെ കസ്റ്റഡി, ഇങ്ങനെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പം ചിലപ്പം അവർ ആ രീതിയിലിട്ട് ചിന്ത പോകാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടി നമ്മുടെ ലീഗൽ സിസ്റ്റം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ഈ പറയുന്ന പ്രോസസ്സ് കുറച്ച് സ്പീഡി ആക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് കോടതിയെ കുറ്റം പറയല്ല, അത് ഇഷ്ടംപോലെ പെൻഡിങ് കേസുകളാണ്. അപ്പം ഇത്രയും കേസുകൾ ഒരു ജില്ലയിൽ അല്ല ഒരു സ്ഥലത്തിന് ഇത്രയും കേസുകൾ വരുമ്പം ഇതെല്ലാം പെട്ടെന്ന് തീർപ്പാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പം കൂടുതൽ ജഡ്ജസും കൂടുതൽ കോടതികളും വന്ന് ഇത് കുറച്ച് സ്പീഡിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു എൻഡ് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് മെൻ്റൽ ട്രോമ ഈ കോടതി വരിക എന്ന് പറഞ്ഞൊരു വലിയൊരു ട്രോമ തന്നെ. അത് ഒരു നാണക്കേട് പോലെ തന്നെയാണ് ഫാമിലി കോർട്ട് ആൾക്ക്. ഇപ്പം നമ്മുടെ കൂടെ പഠിച്ചവർ തന്നെ അവിടെ വരുമ്പം നമ്മളെ കാണുമ്പം തന്നെ അവർക്കുണ്ടാവുന്ന ഒരു നമുക്ക് മനസ്സിലാവും. നമുക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതൊരു ആൾക്കാർക്ക് ആ സോഷ്യൽ സ്റ്റിഗ്മ മാറി കുറച്ചും കൂടെ ആൾക്കാർ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യും എന്നുള്ളൊരു ഇതിൽ പിന്നെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ലൈഫിൽ കുറവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളത് വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. അതെ, ഇപ്പം നമ്മളൊരു വലിയ പ്രശ്നമാണെന്ന് കരുതുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ അത് കവർ ചെയ്ത് വന്നതിൻ്റെ ഒരു തൃപ്തിയിൽ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഏതാണ് കൂടുതൽ? ഇങ്ങനെ ഒരു ഡിവോഴ്സ് കേസ് വരുമ്പോൾ ഏത് ഏജിലുള്ള ആളുകളാണ് കൂടുതലും? ഇപ്പം നമ്മൾ കാണുന്ന കല്യാണം കഴിച്ചൊരു 5 വർഷത്തിനുള്ളിൽ ചെറിയ കുട്ടികൾ ഏർലി മാരേജ് 18 ഇയേഴ്സിൽ 19 ഇയേഴ്സിൽ 20 ഇയേഴ്സിലൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. ഈവൻ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരെ ഈ പറയുന്നതിലോട്ട് അവർക്കൊരു ഫ്രീഡം, അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ അട്രാക്ഷൻ കുറയുമ്പോഴത്തേക്ക് അവർ വേറെ രീതിയിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ആ ഒരു സമയത്താണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. റീസെൻ്റ്ലി അടുത്ത വെച്ചാൽ അങ്ങനെ ഒരു കുറേ നാളായിട്ട് കല്യാണം കഴിച്ച് ഡിവോഴ്സ് റേറ്റ് വളരെ കുറവാണ്. എല്ലാം കല്യാണം കഴിച്ച് 1 വർഷം 2 വർഷത്തിനുള്ളിൽ ആൾക്കാർക്ക് ഒരുമാതിരി ഒരു ഐഡിയ കിട്ടും, ഞങ്ങൾക്ക് ഒരുമിച്ച് പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പം കുറച്ച് സ്പീഡിൽ തന്നെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. 1 ഇയർ 2 ഇയറിൽ തന്നെ അങ്ങ് ഫയൽ ചെയ്യുക. കല്യാണം കഴിച്ച് ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും ഒരുമിച്ച് താമസിച്ചത്. അപ്പോഴായിരിക്കും നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊന്ന് മാറിക്കിട്ടാൻ പിന്നെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനിടയ്ക്ക് കുട്ടികൾ വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കുട്ടികൾ അതിൻ്റെ അകത്ത് കിടന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വലുതാണ്. അല്ല, പലരും അങ്ങനെ കുട്ടികൾ അനുഭവിക്കണ്ട എന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. മുന്നോട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി. അപ്പോൾ അവരും ഹാപ്പി അല്ല, ഫാമിലിയും ഹാപ്പി അല്ല. കുട്ടികളിത് ആക്ച്വലി നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അല്ല കൊടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ രീതിയിൽ അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആർക്കും ഒരു നേട്ടം ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണോ? എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക? അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിഹാരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? അത് നമ്മളൊരു സെൽഫായിട്ടുള്ള ഒരാൾക്ക് നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത്, സന്തോഷം സമാധാനമല്ലേ വേണ്ടത്. അത് കിട്ടത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പല മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ മീഡിയേഷനും ഇതുപോലെ സൈക്കോളജിക്കൽ തെറാപ്പിയും എല്ലാം ചെയ്ത്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന രീതിയിൽ ആൾക്കാരായിട്ട് പേരൻസ് തമ്മിൽ സംസാരിച്ച് എന്നിട്ട് ഒന്നും
ഒരു സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടായിരിക്കണം ഇത്. ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പുറത്ത് ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇതുപോലെ പല മാർഗ്ഗങ്ങൾ നോക്കിയിട്ടും ഒന്നിക്കാൻ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ക്ഷമിക്കുക, പിന്നെ കറക്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൽ ഡിവോഴ്സിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഈ പഴയതുപോലെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ല. കാര്യം ഇപ്പോൾ എല്ലാവർക്കും ജോലി, എല്ലാവർക്കും ഓരോരോ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ പോലെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വേണ്ടെങ്കിൽ വേണ്ട, അപ്പോഴേ ഡിവോഴ്സ് ഫയൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കേസുകൾ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്, ചിലപ്പം വൈഫിൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്. പക്ഷെ അവർ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഇല്ലാത്ത കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇതിൻ്റെ അകത്ത് അപ്പം കൊടുക്കുമ്പം ഈ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ പിന്നെ അച്ഛൻ ആ കേസിൽ പ്രതി അച്ഛൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു തോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്കൊരു റോൾ മോഡലാണ് ഈ അച്ഛനും അമ്മയും. അപ്പം ആ ഒരു ബിംബം ഉടയുമ്പോൾ ഉള്ള ഇമോഷണൽ വീക്ക്നെസ് ഭയങ്കര വലുതായിരിക്കും. അതൊരു വളരെ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾ. ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നറിയാത്ത ഒരു വിഷയം. ട്രസ്റ്റ് ഇഷ്യൂ വളരെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ നമുക്കൊക്കെ ഒരു മോഡൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അച്ഛനല്ലേ അമ്മയായിരിക്കും നമ്മുടെ ഒരു റോൾ മോഡൽ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവരെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ലൈഫ് ലോങ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവരെ നന്നായിട്ട് ബാധിക്കാനും സാധ്യതയില്ലേ കുട്ടികളെ സംബന്ധിച്ച്? ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ ഈ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പേരൻ്റ് അമ്മ അച്ഛനെ കുറിച്ചുള്ള ഇല്ലാത്ത കാര്യങ്ങൾ മൊത്തം അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം പറയും, അതുപോലെ തിരിച്ചും പറയും. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. കുട്ടികളെ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് തന്നെ കുട്ടികൾക്കത് വളരെ അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പം അല്ലെ അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർക്കത് വളരെ സൈക്കോളജിക്കലി അവർക്ക് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. ഇപ്പോഴല്ല, അത് ഭാവിയിൽ അത് അവരെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും അവരെ. മ്യൂച്വലി ഡിവോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത്ര മ്യൂച്വൽ അല്ല എന്നാണ് അതിൻ്റെ അല്ലേ? മ്യൂച്വലി ഡിവോഴ്സ് ചെയ്താൽ പോലും അത് അവർ പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ പലപ്പോഴും കപ്പിൾസ് തയ്യാറാവാറില്ല എന്നുള്ളതാണ്. മ്യൂച്വൽ ഡിവോഴ്സിൽ നോർമലി എല്ലാം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ വാങ്ങാനുണ്ടെങ്കിലോ അതിനൊരു തീർപ്പ്, ഒരു എഗ്രിമെൻ്റ് വരും. അതുപോലെ കുട്ടികളുടെ കസ്റ്റഡി, അതിനെക്കുറിച്ചും ഒരു തീർപ്പ് വരും. ആരോടാണ് കുട്ടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എപ്പം അച്ഛനും അമ്മയ്ക്ക് വന്ന് കാണാൻ പറ്റും, ഓപ്പോസിറ്റ് പാർട്ടി ആണെങ്കിൽ എപ്പോഴും വന്ന് കാണാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മ്യൂച്വൽ ഒരു തീർപ്പ് വരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ സിറ്റുവേഷൻ മാറാം. ഈ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്ന അവിടെ ഒരു ബുദ്ധിമുട്ട്, അമ്മ വേറെ ഒരു കല്യാണം കഴിച്ചപ്പോൾ ആ കഴിക്കുന്ന ഹസ്ബൻഡ് ഒരു പ്രശ്നക്കാരനാണെങ്കിൽ കുട്ടിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പെൺകുട്ടിയാണെങ്കിൽ എക്സ്പെഷ്യലി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ കസ്റ്റഡി പോവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഈ പറയുന്നതിനോട്ട് നമ്മൾ പേരൻസ് ഇങ്ങനൊരു ബുദ്ധിമുട്ടിൽ ഡിവോഴ്സിലൂടെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലൂടെ പോവുകയാണെങ്കിൽ അവരുടെ സൈഡ് കുട്ടിയെ ഓർത്ത് സേഫായിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഫാമിലീസ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഡിവോഴ്സിലേക്ക് പോകുന്ന കേസുകൾ കൂടുതലല്ലേ? അതിപ്പോൾ രണ്ടുപേർ അവർ തമ്മിൽ ചിലപ്പോൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് തമ്മിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അത് അവരുടെ കൈവിട്ട് പോയി, ബാക്കിയുള്ളവരൊക്കെ കയറി ഇടപെട്ടു, പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരുന്ന കേസുകളുണ്ടാകും. ഇത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ ലവ് മാരേജിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ പേരൻസിന് കല്യാണത്തിനോട് ഒരു താല്പര്യം കാണത്തില്ല. പിന്നെ ഈ ഇൻ്റർ കാസ്റ്റ് മാരേജ്, വേറെ മതത്തിലുള്ള അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ വരുമ്പം നമ്മൾ കൂടുതലും ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മാരേജ് വരുമ്പോൾ തന്നെ പിന്നെ പേരൻസ് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ചില കല്യാണം കഴിച്ചു എന്നാൽ പോട്ടെ, പക്ഷേ ഇവരും ഒരു ഇഷ്യൂ കോൺഫ്ലിക്റ്റ് വരുമ്പം ഇവർ ചാടി വീണത് പിന്നെ ഇതിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു സപ്പോർട്ടും ഫാമിലിയുടെ സൈഡിൽ നിന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കാണത്തില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ബ്രേക്കാക്കി തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ അവിടെയും പ്രശ്നം കുട്ടികളുണ്ടെങ്കിൽ അതൊരു വിഷയം. കാര്യം ഇപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം കല്യാണം കഴിച്ചു, കൾച്ചറൽ വൈസ് ഡിഫറെൻ്റ് ആണ് അവരുടെ രീതി, രണ്ടുപേരുടെ രീതി രണ്ടാണ്. കുട്ടി എവിടെ നിൽക്കണം, കുട്ടി കൺഫ്യൂഷനായി പോകും. കുട്ടി അമ്മയുടെ കൂട്ട് പോകണോ അച്ഛൻ്റെ കൂട്ട് പോകണോ അതോ ഇത് നോക്കണോ, അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വരും. കുട്ടിക്ക് അത് ഭയങ്കര ഭാവിയിലും അത് കുട്ടികളെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രോബ്ലം ഇപ്പോൾ ചോദിച്ചില്ല, ഇൻലോസിൻ്റെ കാര്യം, പേരൻസ് സപ്പോർട്ട് ചെയ്യാൻ പല പ്രോബ്ലംസ്. എനിക്ക് 2-3 ഇൻസിഡൻസ് അറിയാം. പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള
പെരുമാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർ മിസ്ബിഹേവ് ചെയ്യും. ഇപ്പം ചിലപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ പോലീസ് ഇൻറ്റിമേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് അതും പിന്നെയും ഒരു എന്താ പറയുക, പിന്നെ അത് ഒരിക്കലും പാച്ചപ്പ് ആവത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് ഫാദർ ലൈക്ക് ഫിഗറിൻ്റെ കയ്യിൽ നിന്നൊക്കെ വരുമ്പോൾ പിന്നെ അത് ഒരിക്കലും അത് പാച്ചപ്പ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ പല പല കാരണങ്ങളും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പേരൻസിൻ്റെ സപ്പോർട്ട് കുറച്ചും കൂടെ അവരൊന്ന് ചിലപ്പോൾ പുഷ് ചെയ്ത് ഒന്നിച്ച് പോകാൻ ചാൻസ് ഉണ്ട്.